കുടുംബ പ്രബോധൻ അഭിസംബോധന ചെയ്ത് സംസാരിച്ച RSS സർസംഘചാലക് സനാതനധർമ്മം ഉയർന്നിടത്ത് ഭാരതം ശാക്തീകരിക്കപ്പെടും. ആധ്യാത്മികതയുടെ ആശയം ഭാരതമാണ് ലോകത്തിന് നൽകിയത്. ലോകത്തിൽ എവിടെയും ഭാരതം ബഹുമാനിക്കപ്പെടുന്നുവെന്നും ഡോക്ടർ മോഹൻ ഭാഗവത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മൈസൺ ജോസ് ചേരുകയാണ്. ഭാരതത്തിലെ കുടുംബങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? തീർച്ചയായും സുരേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തെ ആധ്യാത്മികതയുടെ കേന്ദ്രം അല്ലെങ്കിൽ ആധ്യാത്മികത ഉണർന്നെണീറ്റത് ഭാരതത്തിലാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞുകൊണ്ട് പ്രഭാഷണം ആരംഭിച്ചത് തന്നെ. അതിൽ ഭാരതത്തിൻ്റെ പ്രത്യേകതകൾ എന്ത്, ഭാരതത്തിൻ്റെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും എല്ലാം തന്നെ ഭാരതം എങ്ങനെ സംരക്ഷിച്ചിരുന്നു, എങ്ങനെ അവയെ ആരാധിച്ചിരുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം വളരെ കൃത്യമായി ആദിശങ്കരൻ്റെ ആ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുകയായിരുന്നു. ആദിശങ്കരൻ ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് അവസാനം അന്ന് വരെ കണ്ടതിന് എല്ലാം തന്നെ അദ്ദേഹം അദ്വൈത ദർശനത്തിലൂടെ മാറ്റി എഴുതുകയായിരുന്നു. അതാണ് ഭാരതത്തിൻ്റെ ദർശനം, ഏകതയിലൂന്നിയ ദർശനമാണ് ശങ്കരാചാര്യർ മുതൽ പറഞ്ഞത് എന്നും വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. മറ്റു ഗുരുജി റാനഡയുടെ വാക്കുകളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്, മതത്തിൻ്റെ മൂർത്തഭാവത്തിൽ മതം യഥാർത്ഥത്തിലുണ്ടായാൽ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ്. അതായത് എല്ലാവരും ഒന്നാണ് എന്ന ആ ബോധ്യം ഒരു മതമായി ഉൾക്കൊള്ളുകയാണെങ്കിൽ ആ ഒന്നായതിനെ പരസ്പരം വഴക്കിടുന്നതിനോ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനോ ഉള്ള സാധ്യത ഉടൻ തന്നെ ഇല്ലാതാകുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകുന്നു, ശത്രുതാ മനോഭാവം ഇല്ലാതാകുന്നു എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ഭാരതം ലോകത്തിന് നൽകിയ ആശയം, അതായത് ഈ വസുധൈവ കുടുംബകം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആശയം ഈ തത്വത്തിലൂന്നിയതാണ് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ഭാരതത്തെ എന്തുകൊണ്ട് ദേവഭൂമി എന്ന് വിളിക്കുന്നു എന്നതിനെ ഒരു വിശദീകരണമാണ് അദ്ദേഹം പിന്നീട് നൽകിയത്. ഭാരതം ധർമ്മഭൂമിയാണ്, ധർമ്മമുണ്ടായത് ഭാരതത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭാരതം ധർമ്മത്തിന് ജന്മം നൽകിയതിനാൽ അത് ദേവഭൂമിയായി കണക്കാക്കുന്നു, ഭാരതമാതാവിനെ ദേവമാതാവായി കണക്കാക്കുന്നു എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. മാത്രമല്ല ഹൈന്ദവ സംസ്കൃതിയുടെ ആ സംരക്ഷണം ഉറപ്പാക്കുന്നതിലൂടെ, സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിലൂടെ ഏവരുടെയും ഔന്നത്യം അല്ലെങ്കിൽ ഏവരുടെയും ശ്രേഷ്ഠതയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞ് ഭാരതത്തെക്കുറിച്ച് ഏറ്റവും സമ്പുഷ്ടമായ ഒരു വിശദീകരണവും അല്ലെങ്കിൽ ഒരു ലളിതമായ സിംബിളൈസ്ഡായ ഒരു ഉദാഹരണവും അദ്ദേഹം നൽകിയത് ലോകം ശരീരമെങ്കിൽ ഭാരതം ആത്മാവാണ് എന്നാണ്. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ എല്ലാം അദ്ദേഹം കൃത്യമായി ഉദ്ധരിച്ച് ഭാരതമാതാവിനെ ആദരിക്കുക, ഭാരതമാതാവ് എന്നാൽ ഈ ആശയങ്ങളുടെ എല്ലാം തന്നെ ജന്മം നൽകിയ ഇടമാണ്. ഭാരതവും ഭൂമിയിലെ ഭാരതമാതാവ് ഭാരതത്തിൻ്റെ ലോകത്തിൻ്റെ ആത്മാവാകുന്നു. അതുകൊണ്ട് തന്നെ ഭാരതമാതാവിനെ പൂജിക്കുന്നതിലൂടെ ഈ ലോകത്തെ തന്നെ പൂജിക്കാനും എല്ലാം സാധിക്കുന്നു എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. മാത്രമല്ല മാനവസേവയാണ് യഥാർത്ഥ മാധവസേവ എന്ന ആപ്തവാക്യമെല്ലാം തന്നെ ഇതിൽ നിന്നും ഈ ആശയങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടതാണ് എന്നും വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രധാന വിഷയം അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലുണ്ടായിരുന്നത് സേവനത്തിൻ്റെ ഔന്നത്യത്തെക്കുറിച്ചാണ്. സേവനത്തിലൂടെ ശത്രുത ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന വലിയൊരു തത്വം തന്നെ അദ്ദേഹം സംവദിക്കുകയായിരുന്നു ഈ കുടുംബ പ്രബോധന പരിപാടിയിലുണ്ടായത്. അതുപോലെ തന്നെ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ബാലപാഠങ്ങൾ നമ്മൾ പഠിച്ചതും ഈ ഭാരതത്തിൽ നിന്നാണ്. നിസ്വാർത്ഥ സേവനമാണ് യഥാർത്ഥ സേവനമെന്നും അദ്ദേഹം ഈ പ്രഭാഷണത്തിലുടനീളം വ്യക്തമാക്കുകയും ചെയ്തു. ഭാരതം ലോകത്തെങ്ങും അംഗീകരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. എന്തുകൊണ്ടെന്നാൽ അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. അതായത് വിദേശത്ത് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിദേശികളെ സംസാരിക്കുമ്പോഴോ നമുക്ക് അറിയാൻ സാധിക്കും ഭാരതത്തിന് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായൊരു സ്ഥാനം നൽകുന്നു. ആ ശ്രേഷ്ഠമായ സ്ഥാനം ലോകത്തെ ജനങ്ങൾ ഭാരതത്തിന് നൽകുന്നത് ഭാരതമാതാവ് എന്ന ആശയം അല്ലെങ്കിൽ ആ ഭാരതമാതാവ് മുന്നോട്ട് വെച്ച ഫിലോസഫിക്കലായതും അതുപോലെ തന്നെ മറ്റു ജൈവികവുമായ ആശയങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. സനാതനധർമ്മം അത് പല രീതിയിലും വികലമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സമയം, അവിടെയാണ് കൃത്യമായി സനാതനധർമ്മത്തിൻ്റെ മൂല്യം. അത് ഭാരതം എത്രത്തോളം ലോകത്തിന് അത് സംഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ ലോകം ഏത് തരത്തിലാണ് ഈ സനാതനധർമ്മത്തെയും ഭാരതത്തിൻ്റെ പൈതൃകത്തെയും അത്രയും ഔന്നത്യത്തോടെ ദർശിക്കുന്നു എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയാണല്ലേ? തീർച്ചയായും സനാതനധർമ്മത്തിനെതിരെ വരുന്ന വിമർശനങ്ങളെ അത് പ്രത്യേകമായി പരാമർശിക്കാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശമോ ഒന്നും തന്നെ നടത്താതെ സനാതനധർമ്മത്തിൻ്റെ ആ ഒരു ഔന്നത്യം അല്ലെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് അദ്ദേഹം രണ്ട് വാക്കുകളിൽ പറഞ്ഞത്. ഏറെ ഗൗരവമേറിയതും അർത്ഥഗർഭവുമായ രണ്ട് വാക്കുകളിലൂടെ സനാതനധർമ്മം ഉയർത്തെഴുന്നേൽക്കുന്നിടത്ത് ഭാരതം ശാക്തീകരിക്കപ്പെടുന്നു എന്നതാണ്
ഭാരതം ശാക്തീകരിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭാരതത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഭാരതം ഒന്നായി മാറുന്ന അല്ലെങ്കിൽ ഒന്നായി നിലനിൽക്കുന്നതിൻ്റെ ശക്തി ഈ ഇത്തരത്തിലുള്ള സനാതനധർമ്മം, കാലങ്ങളായി നമ്മൾ പറഞ്ഞ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല മറ്റു പല പ്രധാന വിഷയങ്ങളും അദ്ദേഹം വളരെ ഊന്നി പറയുകയുണ്ടായി. നിസ്വാർത്ഥ സേവനത്തിൻ്റെ അനിവാര്യത അതുതന്നെയാണ് ഇത്തരത്തിലുള്ള സനാതനധർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ധർമ്മനിഷ്ഠകളുടെയും അല്ലെങ്കിൽ ആ ആശയങ്ങളുടെയും എല്ലാം അടിസ്ഥാനമെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും നിസ്വാർത്ഥ സേവനം മാതൃഭൂമി, അതായത് നമ്മളുടെ ഭാരതഭൂമി നമ്മെ പഠിപ്പിച്ചു എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ഒരു ലക്ഷ്യത്തെ നേടാനായിരിക്കണം ഓരോ മനുഷ്യൻ്റെ ജന്മവും. ആ ഭാരതമാതാവ് നൽകുന്ന ശക്തി ആ ലക്ഷ്യത്തെ നേടാൻ ഉപകരിക്കും. അത് പരമസത്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു ആധ്യാത്മിക ചിന്ത കൂടി അദ്ദേഹം ഭാരതത്തിൻ്റെ കുടുംബങ്ങളുടെ മുന്നിൽ വെച്ചു. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായ ചില മുറിവുകൾ, അതായത് 1000 വർഷത്തോളം വിദേശികളുടെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മളുടെ സ്വത്വത്തെ തന്നെ മറന്നുപോയി എന്നതാണ് ഭാരതത്തിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച. ഈ സ്വത്വത്തെ വീണ്ടെടുക്കുന്നതിലൂടെ നമുക്ക് ഈ ഭാരതത്തിന് ഒരു തിലകക്കുറിയാകാൻ, ലോകത്തിൻ്റെ തിലകക്കുറിയാകാനും മാർഗദർശിയാകാനും എന്താണോ ഭാരതമെന്ന ആത്മാവും ലോകമെന്ന ശരീരവും എന്ന ആശയമെങ്കിൽ അതിനെ വീണ്ടും പ്രാവർത്തികമാക്കാനും യാഥാർത്ഥ്യവൽക്കരിക്കാനും സാധിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ വിധേയരായി ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി മൂല്യങ്ങൾ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. എന്നാൽ മറന്നുപോയ മൂല്യങ്ങളൊന്നും നശിച്ചു പോയിട്ടില്ല. നശിച്ചു പോകാത്ത മൂല്യങ്ങളെല്ലാം തന്നെ തിരിച്ചു പിടിക്കുന്നതിലൂടെ ഭാരതത്തെ തിരിച്ചു പിടിക്കാനും നമ്മളുടെ സ്വത്വത്തെ തിരിച്ചു പിടിക്കാനും സാധിക്കുമെന്നും RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് പ്രഭാഷണത്തിൽ കൃത്യമായി പറയുകയുണ്ടായി. കുടുംബ പ്രബോധൻ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് RSS സർസംഘചാലക് സനാതനധർമ്മം ഉയർന്നിടത്ത് ഭാരതം ശാക്തീകരിക്കപ്പെടും. ആധ്യാത്മികതയുടെ ആശയം ഭാരതമാണ് ലോകത്തിന് നൽകിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. ലോകത്തിൽ എവിടെയും ഭാരതം ബഹുമാനിക്കപ്പെടുന്നുവെന്നും ഡോക്ടർ മോഹൻ ഭാഗവത്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകി.